ഇപ്പൊ രണ്ടുപേര് ഒരേ ഫാമിലിയിലുള്ളവരോ കസിൻസോ സഹോദരങ്ങളോ ആവാം. അവർക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കോമൺ ആയ എലമെന്റ്സ് പോലെ തന്നെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. ഒരാൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് വേദന വരുന്നതെങ്കിൽ മറ്റൊരാൾക്ക് റൈറ്റ് സൈഡിലാവാം, അല്ലെങ്കിൽ തലയുടെ വേറെ ഏതെങ്കിലും ഭാഗത്താവാം. അതുപോലെ തലവേദനയുടെ നേച്ചർ, ക്യാരക്ടർ, വരുന്ന സമയം, എത്ര നേരം വരുന്നുണ്ട്, തലവേദന വരുമ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി പറയുന്നവരുണ്ട്. ചില ആളുകൾക്ക് ലൈറ്റ്, സൗണ്ട് എന്നിവയോടുള്ള സെൻസിറ്റീവ്നെസ് ആവാം. തലയിലൊരു ഭാരം, കൺജഷൻ, തലകറക്കം, ചെവിയിലെ മൂളൽ, ക്ഷീണം ഇങ്ങനെ അനുഭവപ്പെടാം. ഇങ്ങനെ തലവേദനയോടൊപ്പം വരുന്ന മറ്റ് ലക്ഷണങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവാം. അതുപോലെ വെയിൽ കൊള്ളുന്നതാണ് മൈഗ്രെയിനിന്റെ ഒരു പ്രധാന ഫാക്ടറായി പൊതുവെ ആളുകൾ പറയുന്നത്. എന്നാൽ തണുത്ത കാലാവസ്ഥ വരുമ്പോഴും തണുത്ത കാറ്റടിക്കുമ്പോഴും മൈഗ്രെയിൻ വരുന്നു എന്നും പല ആളുകളും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കോമൺ ആയൊരു ട്രീറ്റ്മെന്റ് അല്ല, ഓരോ വ്യക്തിക്കും അനുസരിച്ചുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയ ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിനിൽ ആവശ്യമെന്ന് മനസ്സിലാക്കുക. ഹോമിയോപ്പതിയിൽ നമ്മൾ തലവേദന മാത്രമല്ല, ഇങ്ങനെയുള്ള ഓരോ എലമെന്റ്സും അനലൈസ് ചെയ്ത് കൃത്യമായ ഡയഗ്നോസിസ് നടത്തി ഓരോ വ്യക്തിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള കൃത്യമായ മെഡിസിൻസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഡയറ്ററി കറക്ഷൻസും ആണ് നൽകുന്നത്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ മൈഗ്രെയിനിന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും കുറഞ്ഞു വരുന്നതായും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതായും കാണാറുണ്ട്.